ഹായ് എവ്രിവൺ, വെൽക്കം ടു ദി ചാനൽ. എല്ലാവരും നല്ല അടിച്ചു പിടിച്ച് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ന്യൂ റെസിപ്പിയാണ്, ദാറ്റ് ഈസ് വീറ്റ് ദോശ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നമുക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെയധികം നമുക്ക് കേൾക്കുന്ന ഒരു കംപ്ലയിൻറ്റ്. സോ ആ ടൈമിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത് ഏത് ഓപ്ഷനായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീറ്റ് ദോശയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാനിവിടെ 3 പേരുടെ ക്വാണ്ടിറ്റിയാണ്, ദാറ്റ് ഈസ് 5 ടേബിൾ സ്പൂൺ ഓഫ് വീറ്റ് പൗഡറാണ് ഞാൻ എടുക്കുന്നത്. ചക്കിയാട്ടയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് കട്ട് ചെയ്തതും ഗ്രേറ്റഡ് ചില്ലിയുമാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ചില്ലി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല എരിവുള്ളതാണെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. സോ അതിലേക്ക് കുറച്ചൊരു ന്യൂട്രീഷ്യസും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രേറ്റഡ് ക്യാരറ്റും ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ഹാഫ്. അത് കഴിഞ്ഞിട്ട് 1/4 ടീസ്പൂൺ ഓഫ് സോൾട്ട് ഫസ്റ്റ് ആഡ് ചെയ്യും. എന്നിട്ട് ഞാൻ നന്നായിട്ടെല്ലാം കൂടെ മിക്സ് കൊടുക്കും. അപ്പം നമ്മൾ ഈ ഒരു വീറ്റ് ദോശ എന്ന് പറയുന്നത് നമുക്ക് റൈസിന് പകരമായിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഭയങ്കര ഈസിയാണ്. ഒരു 10 to 15 മിനിറ്റ്സിൽ എൻ്റയർ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ദോശ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒന്ന് ഈവൻലി സ്പ്രെഡ് ആക്കിയ ശേഷം നമ്മൾ കുറച്ച് വാട്ടർ വീതം ആഡ് ചെയ്യണം. സോ ആദ്യം ഞാൻ 2 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കി. അപ്പം ടോട്ടലായിട്ട് ഞാൻ 5 ഗ്ലാസ് വാട്ടറാണ് ആഡ് ചെയ്തത്. അപ്പോൾ ആ 5 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്ത ശേഷമാണ് എനിക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത്. സോ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാ വെള്ളവും കൂടെ ഒഴിക്കരുത്. 1 ഗ്ലാസ് നിങ്ങൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പതിയെ എടുക്കുക. സോ ഈ ഒരു ഫോമിലേക്ക് എൻഡ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഒത്തിരി വാട്ടറിയും അല്ല, എന്നാൽ നമുക്കൊരു ദോശ ഫോമിൽ മേക്ക് ചെയ്ത് എടുക്കാനും പറ്റും. സോ നമ്മുടെ ബാറ്ററി ഈസ് റെഡി. സോ നൗ ഇറ്റ്സ് വെരി ഈസി, സിമ്പിൾ. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ പാൻ വെക്കുക. സോ കുഞ്ഞിനുണ്ടാക്കുമ്പോൾ ദ ഫസ്റ്റ് വൺ കുഞ്ഞിനുള്ളതാണ്, ഗണപതിക്ക് വെക്കണ പോലെ. സോ അത് നമ്മൾ കുറച്ച് ഗീ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. സോ അത് അങ്ങനെ ഗീ ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കിന് ദോശ ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത് വാട്ടവത്തെ കറി. ഇനിയിപ്പം കറി ഇല്ലാതെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ പയർ കറി, അങ്ങനെ എന്ത് കറിയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷനായിട്ട് ആക്കിയിട്ട് നമുക്ക് ഹാവ് ചെയ്യാവുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതോറും ആ ന്യൂട്രീഷ്യസ് ഒരു ക്വാണ്ടിറ്റിയും കൂടെ വരും. സോ നന്നായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അതെ, ഞങ്ങൾ ഇത് ദോശയും ചിക്കൻ കറിയുമായിട്ടാണ് കോംബോ ചെയ്തത്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പം ബൈ, താങ്ക് യു.